ഇന്ന് എനിക്ക് ഉമ്മച്ചി പുതിയ പാവക്കുട്ടി വാങ്ങി തന്നു എന്നൊക്കെയാണ് ഡയറിയിൽ എഴുതുന്നത് കേട്ടോ. പഴയ പെരയിലതിനെന്നേ ഒക്കെ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ രാവിലെ, അല്ലെങ്കിൽ ഞാൻ നന്ന രാവിലെ വന്ന് തുറന്നു നോക്കലുണ്ട്. ഇന്നിപ്പോൾ ഞാനിതാ ഉണ്ടാക്കാൻ സമയമായപ്പോഴാണ് കേട്ടോ വന്നൊന്ന് തുറന്ന് നോക്കണത്. അപ്പോൾ മാവ് അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ദോശ ചുട്ടെടുത്താൽ മതി. അപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ 2 ദിവസത്തിനുള്ള ഉണ്ടാക്കും, 1 ദിവസത്തിനുള്ള ഫ്രിഡ്ജ് കയറ്റും. അതിന് പിറ്റേന്ന് ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രൂപമാറ്റം സംഭവിക്കും. ഈ ദോശ ചുടുമ്പോഴേ ഫസ്റ്റത്തെ 1-2 ദോശ ചിലപ്പോഴൊന്നും എൻ്റെ ശരിയാവില്ല കേട്ടോ. ചിലപ്പോൾ അത് ചൂടേറിയിട്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഫസ്റ്റ് തന്നെ ആ ഒരു പാടത്ത് വരമ്പ് വെട്ടിയതുപോലെ ഉണ്ടാകുമല്ലോ, ആ വട്ടത്തിൽ ഇങ്ങനെ വരൂലേ, അങ്ങനെ ചിലപ്പോൾ ഫസ്റ്റത്തെ ഒന്നും ആയി വരലില്ല കേട്ടോ എൻ്റെത്. ഇതിപ്പോൾ ഫസ്റ്റത്തെ അതേപോലെ തന്നെ അങ്ങനെ ശരിയായി വന്നൊന്നുമില്ല. പക്ഷേ രണ്ടാമത്തേതാവുമ്പോൾ എനിക്ക് ആ കറക്റ്റ് ഇങ്ങനെ ആ ഒരു വട്ടത്തിൽ ഇങ്ങനെ വരമ്പ് വെട്ടിയതുപോലെ ഇങ്ങനെ വരണം കേട്ടോ. അതാണ് എനിക്ക് കാണാനൊരു ഇഷ്ടം, ഒരു ഭംഗി അങ്ങനെയാണല്ലോ. അങ്ങനെ പിന്നെ ഫസ്റ്റത്തെ അങ്ങനെയാണെങ്കിലും രണ്ടാമത്തേത് അടിപൊളിയായിട്ട് വന്നിനെ. പിന്നെ കട്ടി കുറച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ടായി കേട്ടോ. 1-2 ചുട്ടപ്പോൾ ഒരു ഇത് കിട്ടുമ്പോൾ പിന്നെ ഞാൻ കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇതേപോലെ നമുക്ക് ലൂസായിട്ട് ഇങ്ങനെ പട്ടം ചുറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ആവണതാണ് എനിക്കിഷ്ടം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പേപ്പർ പോലെ ഇങ്ങനെ മടക്കിയെടുക്കാൻ പറ്റണം. പിന്നെ ചൂടോടെ കഴിക്കും വേണം. പിന്നെ മക്കൾക്കാവുമ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ പുരട്ടി ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കിയിട്ടൊക്കെ കൊടുക്കും കേട്ടോ. ഗീ റോസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും. ഗീ റോസ്റ്റ് തന്നെയാണ്, പക്ഷേ പേര് കേൾക്കുമ്പോൾ വലിയൊരു പരിഷ്കാരി ആയിട്ടേ ഒലിക്കും തോന്നുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒക്കെ കൊടുക്കും കേട്ടോ. ദോശ ഉണ്ടാക്കിയാൽ ചൂടോടെ കഴിക്കണതാണ് എൻ്റെ ഒരു ശീലം കേട്ടോ. അപ്പോൾ ആരെങ്കിലും അപ്പം നീച്ചിക്കണമെങ്കിൽ ഓൽക്കും കൊടുക്കും, പിന്നെ ഞാനും ആ ചൂടോടെ കഴിക്കും കേട്ടോ. അത് ചുടുന്ന സമയത്ത് തന്നെ അവിടെ ഇരുന്നിട്ട് ചൂടോടെ ഞാനും കഴിക്കും. പിന്നെ ഓലൊക്കെ എല്ലാവരും എണീച്ച് വരുന്ന സമയത്ത് ഓൽക്കും ചുട്ട് കൊടുക്കും. അങ്ങനെ നീയക്കുട്ടി ആദ്യം വന്നിട്ടുണ്ടെങ്കിനെ ഓക്ക് ചായ കൊടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം ഇതേപോലെ പേപ്പർ പോലെ മടക്കി കിട്ടണം. അതാണ് നമ്മളൊരു പാകം. ഒരാളെ എനിക്ക് ഉമ്മച്ചി പുതിയ ഇച്ചാക്ക് ഒരു അടിയിൽ ഇതിടണം. ഇച്ചാക്ക് ഉമ്മച്ചി പുതിയ പാവക്കുട്ടി വാങ്ങി തന്നു എന്നൊക്കെയാണ് ഡയറിയിൽ എഴുതുന്നത് കേട്ടോ. ഇന്നലത്തെ ഡയറിയിലാണ് കേട്ടോ എഴുതുന്നത്. ഇന്നലെയാണ് സംഗതി വന്നത്. കുറേ ദിവസമായി ഇനി എന്നോട് പറയണ കേട്ടോ, എനിക്കൊരു പാവക്കുട്ടി വാങ്ങി തരുമോ എന്നുള്ളത്. ഓക്ക് ഷെഡിൽ അതിനന്ന് പാവക്കുട്ടി ഉണ്ടായിനി കേട്ടോ, 1-2 ഉണ്ടായിനി. പക്ഷെ അതൊക്കെ പിന്നെ പെര മാറുന്ന തിരക്കിലൊക്കെ ആയിട്ട് എവിടേക്കോ മണ്ണിൽ അലിഞ്ഞു പോയി. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് കളിക്കാനൊന്നുമില്ല. കുറേ ദിവസമായി എന്നോട് പറയുന്നത് കേട്ടോ, അമ്മ എനിക്കൊരു പാവക്കുട്ടി വാങ്ങിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഈ പാവക്കുട്ടി. 290 റുപ്യയാണ് കേട്ടോ ഇതിനായിട്ടുണ്ടെങ്കിൽ. ഇത് ഞാൻ ഫ്ലിപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇനിയിപ്പോൾ ഏതെങ്കിലും കുട്ടിക്കുറുമ്പന്മാർക്കോ കുട്ടിക്കുറുമ്പത്തിയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നല്ല ചുരുക്കിലൊരു പാവക്കുട്ടിയാണ്. ഒക്കെ തെക്കാനൊക്കെ പാകത്തിനുള്ളതാണ് കേട്ടോ. ഒന്നൊക്കെ തെച്ച് കാണിച്ചു കൊടുത്താൽ ഇനി മോളെ. ഇനി ഇത് വെച്ചിട്ട് ഭയങ്കര വർത്താനം ഷൈൻ ചെയ്യലൊക്കെ കേൾക്കാനും കുറച്ച് ദിവസം കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആണ്. ഇതിന്റെ മുടി വാർന്ന എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് ഞാൻ മുടി വാർത്തത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് പാവക്കുട്ടി കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. കുറച്ച് മുമ്പ് ഓളടുത്ത് പാവകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട് മാറിയപ്പോൾ പാവക്കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞൊക്കെ അങ്ങനെ പോയി. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ ഓളെ കയ്യിൽ.
അങ്ങനെ പോലെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ രാവിലത്തെ എൻ്റെ കുറച്ച് സമയത്തെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ബെഡൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ട് ഇടട്ടെ. ഈ ബെഡ്ഷീറ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതാവുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പമാകുമല്ലോ. അപ്പോൾ ടാഗ് ചെയ്തതിൽ ഒന്ന് നോക്കിക്കാളി കേട്ടോ. പിന്നെ ഒരു ചെറിയ തട്ടുമുട്ടൊക്കെ കേൾക്കണില്ല നിങ്ങൾ. ഇന്നിവിടെ തട്ടിമുട്ടി ഒരു നല്ലൊരു പണി തന്നെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ ചെറിയ ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കണ്ടേ. അതിൻ്റെ അടുത്ത് മദ്രസിൽ മൂത്രമൊഴിക്കാൻ വിടുന്ന സമയത്ത് കുട്ടി ഒരു ലോഡ് കുട്ടികളെയും കൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഓളെ കൂട്ടുകാരത്തികളെ കയറ്റി മദ്രസ എടുത്തായതുകൊണ്ട് ഇങ്ങനെ വരിക. അപ്പോൾ വന്നപ്പോൾ ഓളെ കൂട്ടുകാരത്തികൾക്കൊക്കെ പാവക്കുട്ടിയൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പോൾ എല്ലാവർക്കും എടുക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ എല്ലാ ശനി ഞായറും കുറച്ച് കുട്ടികൾ വരും കേട്ടോ വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇവിടെ ഒരു പണി ഉണ്ട് എന്നുള്ളത്, ആ പണിയാണ് ഈ പണി. ഇവിടെ നമ്മളെ മുറ്റത്ത് 2 ഇരുളുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ, വെട്ടി കളയാണ്. അപ്പം ഈ ഇരുള് മുറിച്ചുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങാറാണ്. അതെന്താന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. കുഞ്ഞുട്ടി തന്നെയാണ് ആ മരത്ത് ഒക്കെ വെട്ടുന്ന ആള് കേട്ടോ. പിന്നെ ഇവിടെ നോക്കൂലി വാങ്ങാൻ 2 ആൾക്കാർ ഇതായി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ആൾ കൂടി കൊടുക്കാനുണ്ട്. ഒന്ന് ഇളച്ചനും പിന്നെ ഒന്ന് അയലൊക്കെക്കാരനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കയറൊക്കെ പിടിച്ചാനും വലിക്കാനും അങ്ങോട്ടൊക്കെ ഒക്കെ സഹായത്തിന് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുട്ടിക്കാക്ക് തന്നെയാണ് മരത്തുമ്മ കയറിയിട്ട് വെട്ടണതൊക്കെ. മൂപ്പർക്ക് പിന്നെ പോസ്റ്റുമലൊക്കെ കയറിയിട്ട് ഭയങ്കര പരിചയമൊക്കെയാണ് മരം കയറാനൊക്കെ. പക്ഷെ എന്നാലും മൂപ്പര് കയറി കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ഇറങ്ങാറാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുകളിൽ പോയി കണ്ട് തോരയിടാൻ പോയതാണ്. അപ്പം ആ സമയത്ത് കുറച്ച് ക്ലിപ്സ് കൊടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ ഇങ്ങനെ ഒരു തല ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഈ മരം മുറിച്ചുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒരു സങ്കടമാണ് കേട്ടോ. കാരണം ഈ ഭാഗത്ത് നിൽക്കുന്ന പായല വെട്ടിയിരുന്ന ആ ഒരു മരല്ലേ, ആ മരം നമ്മുടെ ഷെഡിന്റെ ഒരു തണലേനി കേട്ടോ. ആ ഷെഡിന് ചാരി അത് നിൽക്കണത് കാണാൻ തന്നെ ഒരു ബർക്കത്തേന്. ആ ഒരു ഭാഗത്ത് ഭയങ്കര, ആ ഭാഗത്തേന്ന് നമ്മൾ കട്ടില കിട്ടിയ സ്ഥലം കേട്ടോ. ആ ഭാഗത്തേക്ക് എപ്പോഴും നല്ലൊരു തണുപ്പിക്കാറ് കേട്ടോ. ആ കട്ടിൽമ കിടക്കുമ്പോൾ ഒരു നല്ല ആ ഒരു അവിടെ ഒരു നമുക്കൊരു മാവുണ്ടല്ലോ, ആ മാവും ഈ ഇരുളിൻ്റെ തണലൊക്കെ ആയിട്ട് ഭയങ്കര ഒരു സുഖേനി ആ കട്ടിൽമ കിടക്കാൻ കേട്ടോ. അതൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടാവും, ഇവള് പിന്നെ ഇടക്ക് വന്ന് ഇങ്ങനെ കക്കും അത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കളിയാക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ആ മരം വെട്ടിക്കളയുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ. സങ്കടം പറയാം, അതിപ്പോൾ എന്തായാലും വെട്ടിക്കളയണം. കാരണം അത് ഇല ഭാരം കൂടിയാലേ അത് ഇങ്ങോട്ട് പൊടിഞ്ഞ് ഇതാവും കേട്ടോ. ഇരുളിൻ്റെ മരത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇലകൾ ഇങ്ങനെ വെള്ളം തൂങ്ങി നിൽക്കുന്ന സമയത്ത് ഒറ്റ ഒടിയലേക്കാരം കേട്ടോ. അപ്പം അപ്പുറത്തെ സൈഡിലുള്ളത് അത് അയൽവാസികൾക്കൊരു ഇടങ്ങേറാണ് ആ ഒരു മരം. ഈ മരം പിന്നെ നമ്മൾ പോസ്റ്റുകൾ കാണുന്നുണ്ടോ തൊട്ടടുത്ത്, ആ പോസ്റ്റിൻ്റെ മേൽക്കൂടെയാണ് കേട്ടോ ഇതിങ്ങനെ വളരുക. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കലാണ്. അപ്പം സേഫ്റ്റി ഉണ്ട് കേട്ടോ. പോസ്റ്റ് നമ്മൾ ലൈനൊക്കെ ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഈ പണിയിട്ടുള്ളത്. കുഞ്ഞുട്ടി കറണ്ട് പണിക്കാരനായതുകൊണ്ട് ആൾ KCB-ലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ലൈനൊക്കെ ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഈ പണിയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതും ഇതേപോലെ ഒരുപാട് ഇങ്ങനെ വളർന്നു പോയിക്കാണ് കേട്ടോ. അപ്പം ഇത് രണ്ടും ഇതിനും നമ്മളെ ഷെഡിന്റെ അടുത്തുള്ള ഒരു തണൽ മരങ്ങൾ കേട്ടോ. അപ്പം എനിക്കതിങ്ങനെ മുറിച്ച് കളയുമ്പോഴേ ആ ഒരു ഇതിങ്ങനെ ഓർമ്മയ്ക്ക് വന്ന് ചെറിയ സങ്കടമൊക്കെ വന്ന്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് എന്താ പിന്നെ ചിലപ്പോൾ അതിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിനൊരു ചില സമയത്തൊരു പണിയുണ്ട്. ഈ ഇങ്ങനെ ഇല ഇങ്ങനെ ഭയങ്കര കനയിക്കാറ് അതിൻ്റെ ഇല ഇങ്ങനെ തൂക്കിയിടാനൊക്കെ അങ്ങനെ പൊട്ടി വീഴും. റോഡിൻ്റെ വക്കത്തായതുകൊണ്ട് ആരെങ്കിലും തലയിലൊക്കെ വീണിട്ട് പിന്നെ നമുക്ക് പിന്നെ ഒന്നുമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെന്താ അതിൻ്റെ തോലൊക്കെ കടഞ്ഞിട്ട് ആൾ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പം 2 മരവും മുറിച്ച് കളഞ്ഞപ്പോൾ പാൽനിലാവ് ഉദിച്ച മാതിരി കേട്ടോ. ഭയങ്കര വെയിലേനി കേട്ടോ. പക്ഷേ എന്തായാലും മുറിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സങ്കടമൊക്കെ വന്നെങ്കിലും എന്നാലും സാരമില്ല. അതിപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇതാവുമ്പോഴേ ഒരു ബുദ്ധിമുട്ട് തന്നെയാണത്. ചിലപ്പോൾ ഒടിഞ്ഞ് വീഴുമെന്ന് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഷെഡിലായിരുന്ന സമയത്തിന് ചില സമയത്ത് അതിൻ്റെ കൊമ്പ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി പോരലുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്നായിട്ട് ഇങ്ങോട്ട് പോന്നാലൊക്കെ ബുദ്ധിമുട്ടാവൂലേ. പിന്നെ നമുക്ക് അവിടെ ഇവിടെയും പണി പറഞ്ഞ മാതിരി എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യും വേണം. ഇവിടെ ഞാൻ അതിൻ്റെ അടുത്ത് ചിക്കൻ കറി ഉണ്ടാക്കണ്ടേ. ചിക്കൻ കറിയിൽ എന്താ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവൂലേ. ഞാൻ അർജന്റിൽ ഉണ്ടാക്കിയപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടി പോയതാണ് കേട്ടോ. എനിക്ക് കുക്കിംഗ് ഉണ്ടല്ലോ, കുറച്ച് സമയം എടുത്ത് ചെയ്യുമ്പോഴേ അത് ശരിയായി വരുള്ളൂ. നമ്മൾ എടി പിടിയെല്ലാം ഉണ്ടാക്കിയാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് എന്താണാവാ, എല്ലാവർക്കും അങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് എടി പിടിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു മട്ടൻ കിട്ടൂല. അപ്പം എനിക്കാണെങ്കിൽ അവിടെ ഓല് മരം മുറിച്ചിടതും നോക്കണം, ഇവിടെ എനിക്ക് എൻ്റെ പണി നടക്കണം. എൻ്റെ കെട്ടിയവനാണെങ്കിൽ എൻ്റെ ഇവിടെ പെരയിലുണ്ടായ ഒരു
എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു 16 വട്ടം മുത്തേ 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 വിളിച്ചും. പിന്നെ അതിനൊക്കെ മണ്ടിച്ചെന്ന് എന്റെ ഇവിടുത്തെ പണിയും അവിടുത്തെ പണിയും ഒക്കെ പാടെ എനിക്ക് നേരം ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളെ വീഡിയോ ഒക്കെ കാണാം, അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടോണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയതായ കാണാൻ പറ്റൂലല്ലോ. അതിന്റെ ഇടയ്ക്ക് എന്റെ മക്കള് പറയേനി എന്താ ഓല് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുന്നതിന്റെ ഇടയ്ക്ക് ഉമ്മച്ചി നമ്മളെ പഴയ വീഡിയോസ് ഇല്ലേ, ഞാനൊക്കെ ചെറിയ കുട്ടിയായപ്പോഴുള്ള വീഡിയോ തന്നെയാ, ചെറിയ കുട്ടിയായപ്പോഴുള്ള വീഡിയോസ് ഒക്കെ കണ്ട് ഇങ്ങനെ നെറുതി അടങ്ങിയിനി. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഓള് പറയാണ് വലിയതാവുമ്പോ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റൂലേ ഉമ്മച്ചിയെ. ഓളങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനും കുറച്ച് വാചാലായിട്ടോ. അതിപ്പോ ഒരു സത്യം തന്നെയാണല്ലേ. ഗൂഗിൾ എല്ലായിടത്തോളം കാലം മുത്തൂസ് ലൈഫ് സ്റ്റൈല് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മളിട്ട വീഡിയോസും നമ്മളെ ഏത് പഴയ കാലത്തുള്ളതാണെങ്കിലും അതും നമ്മുടെ നല്ല കാലത്ത് നമ്മളെങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഓലെ കാലഘട്ടവും ഓൽക്ക് കാണാൻ പറ്റൂലേ. അങ്ങനെ നീയക്കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ വൈക്ക് അങ്ങോട്ട് കുറച്ച് കാട് കയറിപ്പോയി. എന്തായാലും നമുക്ക് കാട് ഇറങ്ങി തിരിച്ചു വരാം കേട്ടോ. ഇവിടെ വീണ്ടും ബാക്കി പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാള് ഞാൻ എവിടെയാ ക്യാമറ വെക്കണത് അതിന്റെ മുന്നിൽ വന്ന് പ്രഹസനം കാണിച്ചാനായിട്ട് നിൽക്കണം കേട്ടോ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് മാറുമ്പോ പിന്നെയും വരും കേട്ടോനെ. അപ്പൊ ഓല ആ വെയിലത്തന്നെ അതിങ്ങനെ കടിയാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ട്. പിന്നെ അജുക്കുട്ടനെ ആ കാട്ടിക്കൂട്ടുന്ന പണികളൊക്കെ കണ്ടോ. ഇപ്പൊ നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെക്കൻ ഞങ്ങക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ടേനി കേട്ടോ. പോലെ ആ വെയിലത്ത് ഇങ്ങനെ അത് കടീണ കണ്ടപ്പോ എനിക്ക് പാവം തോന്നിട്ടോ. ഞാൻ പറഞ്ഞ അവിടെ നിന്നോട്ടെ, ഞാൻ ഇനി നാളെയും മറ്റന്നാളൊക്കെ കുറേശ്ശെ എടുത്ത് മുയിവിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. പക്ഷെ ഓല് എന്തായാലും വെട്ടിയില്ലേ. അപ്പൊ പിന്നെ അത് ശരിയാക്കിയിട്ട് ഇതാക്കാന്ന് പറഞ്ഞാണ്ട് കുഞ്ഞുട്ടിയും ഇളച്ചേനും ഓല് രണ്ടാളും കൂടിയിട്ട് അത് കൊറേയൊക്കെ കടിഞ്ഞിട്ടുണ്ടേനി കേട്ടോ. ഇനി ഇപ്പോഴും ബാക്കി കുറച്ചും കൂടി അവിടെ കടിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എവിടെയാ ക്യാമറ വെക്കണത് അതിന്റെ മുന്നിൽ വന്നിട്ട് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ കണ്ടോ കയ്യും കാലൊക്കെ ആയിട്ട് വന്നിക്കണേ. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് എനിക്ക് എക്സ്ട്രാ പണിയാണ് കേട്ടോ. കാരണം എനിക്ക് അടുക്കളത്തെ കാര്യങ്ങൾ നോക്കണം, ഇവിടെ വലിയ ഇതാക്കുന്നതും നോക്കണം, അങ്ങനെ. അപ്പൊ അതാ ഞാൻ അതിൻ്റെ അടുത്ത് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. ഇത് ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല, കാരണം എന്നാ പിന്നെ നേരത്തിന് ചോറും കൂട്ടാനൊന്നും ആവൂല കേട്ടോ. ചിക്കനെ ഞാൻ കുറഞ്ഞ വെള്ളത്തിൽ വറ്റിച്ചെടുക്കുകയും പിന്നെ മുരിങ്ങ താളിപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പൊ അതൊക്കെ അതിൻ്റെ അടുത്ത് പോയി ഒടിച്ചോണെന്ന് ഞാൻ വേഗം ഷടപടയെന്ന് റെഡി ആക്കിയിട്ടുണ്ടേനി കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടീനി. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഇന്നാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ആണ് കേട്ടോ. അപ്പോൾ ഓല് എടുക്കണത് ഷൂട്ട് ചെയ്യും വേണം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് കെട്ടിയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിനും മറുപടി പറയണം, പിന്നെ ഇവിടുത്തെ പണിയും ചെയ്യണം. അത് ഞാൻ അല്ലെങ്കിലും പറയലില്ലേ, സൺഡേ മറ്റുള്ളവർക്കുള്ളൂ ഹോളിഡേ, നമുക്ക് എക്സ്ട്രാ വർക്കിംഗ് ഡേ ആണ്. കാരണം പേരിൽ കുട്ടികളും മക്കളും കെട്ടിയാനൊക്കെ ഉണ്ടാകുമ്പോൾ എക്സ്ട്രാ നമുക്ക് പണിയാണ് വരിക. എന്നാലും ആഴ്ചയിൽ 7 ദിവസമല്ലേ, ഒരു ദിവസം ഇങ്ങനെയൊക്കെ പോട്ടെ അല്ലേ. അപ്പം അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒക്കെ ഒന്ന് കഴിഞ്ഞു, ഉഷാറായി. എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ചോറുന്നാൻ പോകണ്ടോ. എന്നിട്ട് ഇനി ചോറിന്ന് സ്വസ്ഥമായിട്ട് റാഹത്തായിട്ട് കുറച്ച് സമയം ഇരിക്കണം. അപ്പം എന്താ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.